ഡൽഹിയിലെ വിദ്യാർത്ഥികളുടെ മരണവും കോച്ചിംഗ് സെന്ററുകളിലെ മോശം അവസ്ഥയും ലോക്സഭയിൽ ഉന്നയിച്ച് കെ.സി. വേണുഗോപാൽ. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പല പരിശീലന കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നതെന്നും മാഫിയ പോലെയാണ് ഇവർ പെരുമാറുന്നതെന്നും കെ.സി. കുറ്റപ്പെടുത്തി. IIM-കളിലെ വിദ്യാർത്ഥികളുടെ മരണത്തിന് കാരണം ജാതീയതയാണെന്നും കെ.സി. വേണുഗോപാൽ ആരോപിച്ചു. ഡൽഹിയിലേതാ ദൗർഭാഗ്യകരമാണ് സംഭവമെന്നും ശശി തരൂരും പ്രതികരിച്ചു. One day before yesterday, one very sad incident happened in a coaching center in Delhi. 3 of the students had lost a valuable their life. This coaching center, I am told by the media that this coaching center had no approved building at all. Without approved building, without any facility, this coaching centers become, some of the coaching centers become mafia, sir. Whether the government is going to take any action, any guideline on this thing, sir? In 5 years, from 2018 to 2022, around 80 students had been suiciding only in higher education, like IIT, IIM center. ശരത് ലാൽ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ശരത്, ഈ ഡൽഹിയിലെ വിദ്യാർത്ഥികളുടെ മരണവും ഒപ്പം തന്നെ ഈ കോച്ചിംഗ് സെന്ററുകളിലെ മോശം അവസ്ഥയുമാണ് ലോക്സഭയിൽ കെ.സി. വേണുഗോപാൽ ഉന്നയിച്ചത്. അദ്ദേഹം ഏത് രീതിയിലാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചത്, ഒപ്പം തന്നെ അദ്ദേഹത്തിന് ലഭിച്ച മറുപടിയും എങ്ങനെയായിരുന്നു? വീണ, ലോക്സഭയിലെ ചോദ്യോത്തര വേളയിലാണ് ഇടപെട്ടുകൊണ്ടാണ് കെ.സി. വേണുഗോപാൽ രാജ്യത്തെ നടുക്കിയ ഈ സംഭവം ലോക്സഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. കെ.സി. വേണുഗോപാൽ കോച്ചിംഗ് സെന്ററുകളുടെ ശോചനീയാവസ്ഥയും കോച്ചിംഗ് സെന്ററുകളുടെ മാഫിയ സ്വഭാവവും എടുത്തു പറഞ്ഞാണ് ലോക്സഭയുടെ ശ്രദ്ധ ക്ഷണിച്ചത്. എന്നാൽ കേന്ദ്ര സർക്കാർ ആവട്ടെ പ്രധാനമായും ഇക്കാര്യത്തിൽ പറഞ്ഞത് കോച്ചിംഗ് സെന്ററുകൾക്ക് വേണ്ടി കഴിഞ്ഞ 2 വർഷം മുമ്പേ മാർഗരേഖകൾ പുറത്തിറക്കിയിരുന്നു. എന്നാൽ ഇത് പെട്ടെന്നൊരു സംഭവമായതുകൊണ്ട് ഇക്കാര്യത്തിൽ ഡൽഹി സർക്കാരിനും അതുപോലെ വിവരം ശേഖരിച്ച ശേഷമേ ഇക്കാര്യത്തിൽ മറുപടി പറയാൻ കഴിയുള്ളൂ എന്നും കേന്ദ്ര മന്ത്രി വ്യക്തമാക്കി. ഏതായാലും ശൂന്യവേളയിൽ ഇത് ചർച്ച ചെയ്യാമെന്ന് മന്ത്രി പറയുകയും ചെയ്തു. എന്നാൽ അത് ഉടനെ തന്നെ ചോദ്യോത്തര വേള അവസാനിപ്പിച്ച ഉടനെ തന്നെ ഡൽഹി MP സുഷമ സ്വരാജിന്റെ മുൻ മന്ത്രി സുഷമ സ്വരാജിന്റെ മകളും ഡൽഹി MP-യുമായ BJP MP ബൻസുരി സ്വരാജ് പ്രശ്നം അവതരിപ്പിച്ചു. വളരെ ശക്തമായ ഭാഷയിൽ ആപ്പ് സർക്കാരിനെതിരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അവർ സഭയിൽ ഈ ഡൽഹി ദുരന്തം ചൂണ്ടിക്കാട്ടിയത്. ഏതായാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു അന്വേഷണ സമിതിയെ നിയോഗിക്കണമെന്നും ആപ്പിന്റെ അഴിമതി പുറത്തു കൊണ്ടുവരണമെന്ന ആവശ്യം അവർ സഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും തുടർന്നുള്ള ചർച്ചാവേളയിൽ ഡൽഹി സംഭവം വീണ്ടും വിഷയമാവുമെന്നും തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. 3 മണിക്ക് ശൂന്യവേള ചർച്ചക്കെടുക്കുമ്പോൾ കൂടുതൽ അംഗങ്ങൾ ഇത് സംബന്ധിച്ച് പ്രതികരിക്കും എന്നും നമുക്ക് കരുതാം. വീണ, എന്തായാലും ഡൽഹിയിലെ കോച്ചിംഗ് സെന്ററുകളുടെ മോശം അവസ്ഥയും ഒപ്പം തന്നെ വിദ്യാർത്ഥികളുടെ മരണവും ലോക്സഭയിൽ കെ.സി. വേണുഗോപാൽ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് ശരത് ലാൽ ഡൽഹിയിൽ നിന്നും നൽകിയത്.